നമസ്കാരം, ഞാൻ ഷോണിമ. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ആദ്യം ബഹ്റൈനിൽ നിന്നുള്ള വാർത്തകളിലേക്ക്. ബഹ്റൈനിൽ ലോക പ്രശസ്ത ഗായകനും ഗാനരചയിതാവുമായ സ്റ്റീഫൻ വിൽസൺ ജൂനിയറിന്റെ സംഗീത പരിപാടി സംഘടിപ്പിക്കുന്നു. ബഹ്റൈനിലെ പ്രമുഖ ആഗോള വിനോദ കേന്ദ്രമായ ബിയോൺ അൽദാന ആംഫി തിയേറ്റർ ദ ഡെസേർട്ട് ഗാർഡനിൽ ഡിസംബർ 4-നാണ് പരിപാടി ഒരുക്കുക. ആദ്യമായാണ് ബഹ്റൈനിൽ സ്റ്റീഫൻ വിൽസന്റെ സംഗീത നിശ അരങ്ങേറുക. സ്റ്റീഫൻ വിൽസൺ ജൂനിയറിനെ പോലുള്ള ഒരു അസാധാരണ കലാകാരൻ ബഹ്റൈനിൽ ആദ്യമായി പരിപാടി അവതരിപ്പിക്കുന്നതിലും അദ്ദേഹത്തിന് ആതിഥ്യം അരുളുന്നതിനും തങ്ങൾ അഭിമാനിക്കുന്നുവെന്ന് ബിയോൺ അൽദാന ആംഫി തിയേറ്ററിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡാമിയൻ ബുഷ് പറഞ്ഞു. അവിസ്മരണീയമായ ഒരു സംഗീത നിശയിലേക്ക് ആരാധകരെ സ്വാഗതം ചെയ്യുന്നതിൽ ആവേശഭരിതരാണെന്നും ഇനിയും ലോകോത്തര പ്രതിഭകളെ ബഹ്റൈനിലേക്ക് സ്വീകരിക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംഗീത പരിപാടി ടിക്കറ്റുകൾ ബിയോൺ അൽദാന ആംഫി തിയേറ്ററിന്റെ വെബ്സൈറ്റായ www.beyondaldana.com.bh വഴി ബുക്ക് ചെയ്യാനാവുന്നതാണ്. താമസക്കാർക്ക് നിർബന്ധിത ആരോഗ്യ ഇൻഷുറൻസ് നടപ്പാക്കാൻ ബഹ്റൈൻ തയ്യാറെടുക്കുന്നു. ഈ വർഷം അവസാനത്തോടെ പദ്ധതി പ്രാബല്യത്തിലാകുമെന്നാണ് സുപ്രീം കൌൺസിൽ ഓഫ് ഹെൽത്തിന്റെ നേരത്തെയുള്ള പ്രഖ്യാപനം. രാജ്യത്തെ മുഴുവൻ താമസക്കാർക്കും സമഗ്രമായ ആരോഗ്യ പരിചരണം ഉറപ്പാക്കുകയാണ് ഹക്കീം പ്രോഗ്രാം എന്നറിയപ്പെടുന്ന 5 വർഷത്തെ നിർബന്ധിത ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ ലക്ഷ്യം. പദ്ധതി നടപ്പാക്കാനായി ഇൻഷുറൻസ് കമ്പനികൾക്കുള്ള ടെൻഡർ ക്ഷണിക്കാനുള്ള നടപടികളിലാണ് ടെൻഡർ ബോർഡ് അധികൃതർ. ഓഗസ്റ്റ് 4 മുതൽ ടെൻഡർ സമർപ്പിക്കാം. സുപ്രീം കൌൺസിൽ ഓഫ് ഹെൽത്താണ് മികച്ച ഇൻഷുറൻസ് കമ്പനിയെ തിരഞ്ഞെടുക്കുക. രാജ്യത്തെ മുഴുവൻ താമസക്കാർക്കും ഏറ്റവും ഉയർന്ന ഗുണനിലവാരത്തിലുള്ള പ്രൈമറി, സെക്കൻഡറി, എമർജൻസി ആരോഗ്യ പരിചരണ സേവനങ്ങൾ ഉറപ്പാക്കുകയാണ് ഹക്കീം പ്രോഗ്രാമിന്റെ ലക്ഷ്യം. സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തിലാണ് പദ്ധതി നടപ്പാക്കുക. ബഹ്റൈനിൽ വ്യാജ എഞ്ചിനീയറിംഗ് ബിരുദ സർട്ടിഫിക്കറ്റ് നൽകി സർക്കാരിനെ കബളിപ്പിച്ച് 13 വർഷം ജോലി ചെയ്ത ഏഷ്യക്കാരനായ പ്രവാസിയെ പിടികൂടി. കേസിൽ ഓഗസ്റ്റ് 26-ന് ക്രിമിനൽ കോടതി വിധി പറയും. വ്യാജരേഖ ഉപയോഗിക്കൽ, അക്കാദമിക് രേഖകളിൽ കൃത്രിമം, വ്യക്തിഗത നേട്ടത്തിനായി സർക്കാർ സ്ഥാപനത്തെ കബളിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഏത് രാജ്യക്കാരനാണ് ഇയാളെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല. ബഹ്റൈൻ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റിയിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറായ 45-കാരന്റെ അക്കാദമിക് യോഗ്യതകൾ പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് ലഭിച്ച അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് സർട്ടിഫിക്കറ്റുകൾ വ്യാജമാണെന്ന് തെളിഞ്ഞത്. തുടർന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇല്ലാത്ത അമേരിക്കൻ സ്ഥാപനത്തിന്റെ പേരിലുള്ള വ്യാജ എഞ്ചിനീയറിംഗ് ബിരുദ സർട്ടിഫിക്കറ്റ് നൽകി 2010-ലാണ് ഇയാൾ ബഹ്റൈൻ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റിയിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറായി ജോലിയിൽ പ്രവേശിച്ചത്. 1300 ബഹ്റൈൻ ദിനാറായിരുന്നു തുടക്കത്തിൽ ശമ്പളം. 2022-ൽ പ്രമോഷൻ ലഭിച്ചതോടെ ശമ്പളം 2208 ദിനാറായി ഉയർന്നു. സർട്ടിഫൈഡ് ട്രൂ കോപ്പി എന്ന സ്റ്റാമ്പ് പതിപ്പിച്ചാണ് ഇയാൾ ജോലിക്കായി സർട്ടിഫിക്കറ്റ് നൽകിയത് എന്നത് സംശയത്തിന് ഇട നൽകിയില്ല. സർട്ടിഫിക്കറ്റിന് ഔദ്യോഗിക സ്റ്റാറ്റസ് നൽകുന്നത് ഈ സ്റ്റാമ്പ് ആയതിനാലാണ് സംശയിക്കാതെ വർഷങ്ങളായി കരാർ പുതുക്കിയതെന്ന് അതോറിറ്റി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. വിസിറ്റിംഗ് വിസയിൽ ബഹ്റൈനിലെത്തി ദുരിതത്തിലായ കോഴിക്കോട് സ്വദേശി അബ്ദുൽ നാസറിന് സഹായവുമായി വോയിസ് ഓഫ് ബഹ്റൈൻ. ശാരീരിക ബുദ്ധിമുട്ടും മറ്റു ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തിന്റെ വിസ കാലാവധി തീരുന്നതിന് മുൻപ് നാട്ടിലേക്ക് പോകാനുള്ള വിമാന ടിക്കറ്റ് വോയിസ് ഓഫ് ബഹ്റൈൻ പ്രസിഡന്റ് പ്രവീൺ കുമാറും സെക്രട്ടറി സനോജ് വയനാടും ചേർന്ന് കൈമാറി. സഹായിച്ച എല്ലാ വോയിസ് ഓഫ് മെമ്പർമാർക്കും ഭാരവാഹികൾ നന്ദി രേഖപ്പെടുത്തി. ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your
DMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. മറ്റു വാർത്തകളിലേക്ക്. യുഎസിലെ ഹവായ് തീരത്തിന് പിന്നാലെ കാലിഫോർണിയ തീരങ്ങളിലും ആഞ്ഞടിച്ച് സുനാമി തിരമാലകൾ. പ്രാദേശിക സമയം ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് സുനാമി കാലിഫോർണിയ തീരങ്ങളിൽ എത്തിയത്. ഒറിഗോൺ അതിർത്തിയിൽ നിന്ന് ഏകദേശം 15 മൈൽ തെക്കുള്ള തീരദേശ നഗരമാണ് ഭൗമ നിരീക്ഷണ രംഗത്ത് പുത്തൻ അധ്യായത്തിന് തുടക്കമിട്ട് അത്യാധുനിക ഉപഗ്രഹമായ നൈസാർ ISROയും നാസയും ചേർന്ന് വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് നൈസാർ സാറ്റലൈറ്റുമായി ഇസ്രോയുടെ അഭിമാനമായ GSLV F-16 റോക്കറ്റാണ് കുതിച്ചുയർന്നത്. 2 സാർ റഡാറുകളുള്ള ലോകത്തിലെ ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ NISARന് 13,000 കോടിയിലേറെ രൂപയാണ് ആകെ ചെലവായത്. 2400 കിലോഗ്രാം ഭാരമുള്ള ഈ ഉപഗ്രഹം ഭൂമിയിൽ നിന്ന് 747 കിലോമീറ്റർ അകലത്തിലൂടെ ഭ്രമണം ചെയ്യും. പ്രകൃതി ദുരന്ത മുന്നറിയിപ്പുകൾ നൽകാനും ദുരന്ത നിവാരണത്തിനും കാലാവസ്ഥാ നിരീക്ഷണത്തിനും കാർഷിക മേഖലയിലും നൈസാർ കൃത്രിമ ഉപഗ്രഹത്തിലെ വിവരങ്ങൾ സഹായകമാകും. 2 സാർ റഡാറുകളുള്ള ലോകത്തിലെ ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം എന്ന പ്രത്യേകതയും നൈസാറിനുണ്ട്. ISROയുടെ S-ബാൻഡ് റഡാറും നാസയുടെ L-ബാൻഡ് റഡാറും NISARൽ നിന്ന് ഭൂമിയെ മൊത്തമായും സ്കാൻ ചെയ്യും. പകൽ രാത്രി വ്യത്യാസമില്ലാതെ ഏത് കാലാവസ്ഥയിലും ഭൂമിയിലെ ഓരോ ഇഞ്ചും അതിസൂക്ഷ്മമായി പകർത്താൻ കഴിയുന്ന തരത്തിലാണ് NISAR സാറ്റലൈറ്റിലെ ഇരട്ട റഡാറുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ UPI ഇടപാടുകളിൽ പിൻ നമ്പറുകൾക്ക് പകരം ബയോമെട്രിക് സംവിധാനം നടപ്പാക്കുന്നതായി റിപ്പോർട്ടുകൾ. നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് പുതിയ സംവിധാനം കൊണ്ടുവരാൻ ഒരുങ്ങുന്നത്. ഇപ്പോൾ പണമിടപാടുകൾ നടത്തുമ്പോൾ UPI പിൻ അല്ലെങ്കിൽ പാസ്കോഡ് നൽകണം. എന്നാൽ പുതിയ സംവിധാനം നിലവിൽ വന്നാൽ ഉപയോക്താക്കൾക്ക് പണമിടപാടുകൾ കൂടുതൽ സുരക്ഷിതവും സൗകര്യപ്രദവുമാകും. UPIയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പുകൾ തടയാൻ ബയോമെട്രിക് സംവിധാനങ്ങൾ ഗുണകരമാകും. മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ BJP നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച ബിഷപ്പ് കർദിനാൾ ബസേലിയോസ് ക്ലീമിസ് ബാവ നീതി കിട്ടിയിട്ട് മതി ചായ കുടിയെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. വളരെ ഗൌരവകരമായി കാര്യങ്ങളെ കാണേണ്ടതുണ്ട്. കൃത്രിമമായി ഉണ്ടാക്കിയ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ്. ഭരണഘടന അനുശാസിക്കുന്ന സംരക്ഷണം സന്യാസിനിമാർക്ക് ലഭിക്കണമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഭാരതത്തിലെ 2 സന്യാസിനിമാർ സ്വന്തം ദേശത്ത് അപമാനിക്കപ്പെട്ടു. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ദേശം ഒന്നായി പ്രവർത്തിക്കാനുള്ള സമയമാണിത്. സന്യാസിനിമാർ ഇപ്പോൾ ജയിലിലാണ്. ജാമ്യം പോലും ലഭിച്ചിട്ടില്ലെന്നും ബാവ ചൂണ്ടിക്കാണിച്ചു. അതേസമയം ഛത്തീസ്ഗഡിൽ ജയിലിലായ മലയാളി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കില്ലെന്ന് ദൂഗ് സെഷൻസ് കോടതി വ്യക്തമാക്കി. വിഷയത്തിൽ NIA കോടതിയെ സമീപിക്കാനും നിർദ്ദേശം നൽകി. ജാമ്യാപേക്ഷ പരിഗണിക്കാതെ വന്നതോടെ കന്യാസ്ത്രീകൾ ജയിലിൽ തുടരും. ഉരുളെടുത്ത ജീവിതങ്ങളുടെ ഓർമ്മകൾക്ക് ഒരാണ്ട്. ഉള്ളു പൊട്ടിയതിന്റെ നോവ് മാറാതെ ചൂരൽമലയും മുണ്ടക്കൈയും. 2024 ജൂലൈ 30 പുലർച്ചെയാണ് വയനാട്ടിലെ മുണ്ടക്കൈ എന്ന കാർഷിക തൊഴിലാളി ഗ്രാമം ഭീതിപ്പെടുത്തുന്ന ഒരു ഓർമ്മ ചിത്രമായി മാറിയത്. രാജ്യം കണ്ട ഏറ്റവും തീവ്രമായ ഉരുൾപൊട്ടൽ ദുരന്തം അക്ഷരാർത്ഥത്തിൽ ഒരു ഗ്രാമത്തെ തന്നെ തകർത്തെറിഞ്ഞു. 298 പേരുടെ ജീവനാണ് അന്ന് ഉരുളെടുത്തത്. അപകടത്തിൽ കാണാതായ 32 പേരെ ഇതുവരെ കണ്ടെത്താനുമായിട്ടില്ല. അതേസമയം മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട അർഹരായ 49 കുടുംബങ്ങളെ കൂടി പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്നും ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം അറിയിച്ചു. പുനരധിവാസ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് ചോദ്യം ചെയ്ത് ഇവർ അപ്പീൽ നൽകിയിരുന്നു. ആകെ 451 പേർ ഗുണഭോക്തൃ പട്ടികയിലുണ്ട്. പരിക്കേറ്റവരുടെ തുടർ ചികിത്സയ്ക്ക് 6 കോടി കൂടി അനുവദിച്ചു. ദുരന്ത സ്മാരകം നിർമ്മിക്കാൻ 93.93 ലക്ഷം നൽകും. ദുരന്തത്തിന്റെ 1ാം വാർഷിക ദിനമായ ഇന്ന്
മേപ്പാടി ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച അനുസ്മരണ യോഗത്തിൽ സംസാരിക്കവേ റവന്യൂ മന്ത്രി കെ രാജനാണ് ഇതറിയിച്ചത്. ദുരന്തത്തിൽ കടകളും കച്ചവടവും വാടക കെട്ടിടങ്ങളും സാധനങ്ങളും മറ്റും നഷ്ടപ്പെട്ട വ്യാപാരികൾക്ക് നഷ്ടപരിഹാരം നൽകാനും തീരുമാനമായി. ഇതിനു പുറമെ തുടർ ചികിത്സ വേണ്ടവരുടെ ചികിത്സയ്ക്കുള്ള പണം ഡിസംബർ 31 വരെ അനുവദിക്കാനും അതിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് 6 കോടി രൂപ അനുവദിച്ചും തീരുമാനമായി. 2026 AFC വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോളിനായുള്ള ഗ്രൂപ്പുകൾ പ്രഖ്യാപിച്ചു. ഇന്ത്യ, ജപ്പാൻ, വിയറ്റ്നാം, ചൈനീസ് തായ്പേയ് എന്നിവരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗ്രൂപ്പ് സിയിലാണ്. 2026 മാർച്ച് 1 മുതൽ മാർച്ച് 21 വരെ ഓസ്ട്രേലിയയിലെ സിഡ്നി, പെർത്ത്, ഗോൾഡ് കോസ്റ്റ് എന്നിവിടങ്ങളിലായിരിക്കും മത്സരങ്ങൾ നടക്കുക. 2023 ലോകകപ്പിൽ അരങ്ങേറ്റം കുറിച്ച വിയറ്റ്നാമും 3 തവണ ഏഷ്യൻ കപ്പ് നേടിയ ചൈനീസ് തായ്പേയും ഗ്രൂപ്പിൽ ഇന്ത്യക്ക് ശക്തരായ എതിരാളികളാണ്. ഇന്ത്യൻ വനിതാ ടീം യോഗ്യതാ മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചാണ് ഏഷ്യൻ കപ്പിലേക്ക് ടിക്കറ്റ് ഉറപ്പിച്ചത്. ഈ മാസം ആദ്യം നടന്ന യോഗ്യതാ മത്സരങ്ങളിൽ തായ്ലൻഡ്, ഇറാഖ്, ടിമോർ ലെസ്റ്റെ, മംഗോളിയ എന്നീ ടീമുകളെ തോൽപ്പിച്ചാണ് ഇന്ത്യ ഏഷ്യൻ കപ്പിന് യോഗ്യത നേടിയത്. 1980-ലും 83-ലും റണ്ണറപ്പുകളായ ഇന്ത്യ 2003 ശേഷം ആദ്യമായാണ് ഏഷ്യൻ കപ്പിൽ മത്സരിക്കാൻ ഇറങ്ങുന്നത്. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. ശുഭരാത്രി.